ഈ സംവിധായകൻ ഒരു വിടല തുണ്ടാണെന്ന് തോന്നുന്നു. കാരണം തുണ്ടേപ്പിൻ്റെ ആശയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കുറച്ച് നാളും ഇറക്കിയെങ്കിൽ എനിക്ക് ഉപയോഗം വന്നേനെ. കൊള്ളാം, പടം കൊള്ളാം. ചെറിയ സിനിമ, നൈസ് സിനിമ, കുറ്റം പറയാനൊന്നുമില്ല, കൊള്ളാം. ഞാൻ 125 രൂപ കൊടുത്താണ് കണ്ടത്. പക്ഷെ എനിക്ക് മുതലായി. തുണ്ട് പച്ചിട്ടുണ്ട്, പക്ഷെ നോക്കി എഴുതിയിട്ടില്ല. അതുള്ളപ്പോൾ ഒരു ധൈര്യമാണ്, പക്ഷെ എടുത്തിട്ടില്ല ഇതുവരെ. നോർമൽ വൺ ടൈം വാച്ച് ആയിട്ടുള്ളൊരു കോമഡി ഡ്രാമ നല്ലതായിരുന്നു. ടൈം വാച്ചാണ്, നമ്മൾ അത്യാവശ്യം ചിരിക്കും, അത്ര തന്നെ. വൺ ടൈം വാച്ചാണ്. പഴയ സ്കൂൾ കോളേജ് ആ കാലഘട്ടത്തിൽ ഇതിലോട്ട് കൊണ്ടുപോയി എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ വന്നു. ബിജു മേനോൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിജു മേനോൻ്റെ മോനായിട്ട് അഭിനയിച്ച ക്യാരക്ടറും നല്ല ഇതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജസ്റ്റ് വൺ ടൈം വാച്ച് കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ഫൈൻ. അത്യാവശ്യം കാണാൻ പറ്റിയ ഫിലിമാണ്. ആസ് എ ഒരു മോട്ടിവേഷനാണ്. ഫിയർ ഒരുപാട് ലൈക്ക് ദാറ്റ്. കോമഡി മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാം ഒരു മിക്സിംഗ് ആണ്. കോമിക്കാണ്, ഒരു മോട്ടിവേഷനാണ്. അടിപൊളി സിനിമ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂടുതലും ബിജുമേൻ്റെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളും നല്ലൊരു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ, നല്ലൊരു മൂവിയാണ്. അത്യാവശ്യത്തിനെല്ലാം അതിലുണ്ട്, ആവശ്യത്തിനെല്ലാം ഉണ്ട്. നല്ലൊരു സിനിമ. എന്തായാലും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ടൈം പോയതേ അറിഞ്ഞില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഇത്ര ഇത് ബെസ്റ്റ് ആവത്തില്ലായിരുന്നു, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബിജു മേനോൻ്റെയും മറ്റേ ഡോഗിൻ്റെ ഒരു സീനൊക്കെ വരുന്നില്ലേ, അതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതുവരെ ഒരു സിനിമയിൽ കണ്ടിട്ടില്ലാത്തൊരു നല്ലൊരു കോമഡിയും നല്ലൊരു ഇതായിരുന്നു. രസമുണ്ട്, തമാശ ആദ്യം തൊട്ട് അവസാനം വരെ തമാശ തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല പടം, നല്ല കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് സ്റ്റോറി വൈസ് അല്ലേ പോകുന്നത്. ഇവിടെ സിറ്റുവേഷനെ കോമഡി ആക്കി അങ്ങനെ പോകുന്നൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് രീതിയിൽ സിറ്റുവേഷനാണ് നോക്കേണ്ടത്. ആ സിറ്റുവേഷൻസ് എൻജോയ് ചെയ്യും. അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിനും അല്ലാതെ നമ്മൾ ഒരു സ്ട്രെസ്സിനിടയിൽ എൻജോയ് ചെയ്യാനൊക്കെ വരുന്ന ഓഡിയൻസിന് മസ്റ്റ് വാച്ച് മൂവിയാണ്. കാരണം അവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് രീതിയിൽ നല്ല രീതിയിൽ ചിരിക്കാൻ ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണണം എന്ന് എനിക്ക് മസ്റ്റായിട്ട് പറയാൻ പറ്റുന്നൊരു ഫിലിമാണ്. കോമഡി എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുമ്പോഴാണ് കോമഡി ആവുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഈ പടത്തിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇതാണ് നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ആ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.